ജേഴ്സിയും അണിഞ്ഞ് ഉപ്പയുടെ കൈയും പിടിച്ച് കാൽപന്തിന്റെ കളിക്കളത്തിലേക്ക് ഒരു പെൺകുട്ടി. വനിതകളുടെ വസ്ത്രധാരണത്തിൽ പോലും മതപരമായ അതിർവരമ്പുകൾ നിലനിന്ന 1990 കാലഘട്ടം. കളിക്കളത്തിലെ ആവേശത്തിലേറെ സമൂഹം നൽകിയ അവഗണനയും അവഹേളനവും സമ്മാനിച്ച പരാജയഭയം. ഉപ്പയുടെ പിന്തുണയ്ക്കും 12-കാരിയുടെ ദൃഢനിശ്ചയത്തിനും കാൽപന്തിന്റെ ലോകം കാത്തുവെച്ചത് മികച്ച വനിതാ താരത്തെ. കോട്ടയത്തെ ആദ്യ വനിതാ പരിശീലക, ആലപ്പുഴയിലെ ആദ്യ വനിതാ റഫറി എന്നീ പദവികൾ. കോട്ടയം ലീഡ്സ് ഫുട്ബോൾ അക്കാദമിയിലെ വനിതാ പരിശീലക സുലു കുഞ്ഞുമോനാണ് കാൽപന്തിലെ പെൺപെരുമയായി മാറുന്നത്. ആലപ്പുഴ ആശ്രമം വാർഡിലെ വെളിയംപറമ്പിലെ വീട്ടിൽ കൂലിവേലക്കാരനായ ടി.എ. കുഞ്ഞുമോനെ ശൈല ദമ്പതികളുടെ 2 പെൺമക്കളിൽ ആദ്യപുത്രിയാണ് 30-കാരിയായ സുലു കുഞ്ഞുമോൻ. 6 വർഷത്തോളം ആലപ്പുഴയുടെ ജില്ലാ ടീമിൽ കളിച്ചിരുന്ന സുലു വിവാഹത്തോടെ കളിക്കളത്തോട് വിട പറഞ്ഞു. ആലപ്പുഴയുടെ പരിശീലകൻ എന്നറിയപ്പെടുന്ന വിജയകുമാറിന്റെ ഇടപെടലിൽ ഭർത്താവ് ഫൈസാദിന്റെ പിന്തുണയോടെയാണ് സുലു കളിക്കളത്തിലേക്ക് 2ാം വരവ് നടത്തുന്നത്. ഇടതുകാലിൽ നിന്നും തീപ്പാറുന്ന ഷോട്ടുകൾ പായിക്കുന്ന സുലുവിനെ മികച്ച പരിശീലകയാക്കി മാറ്റിയതും ഫുട്ബോളർ വിജയകുമാർ ആയിരുന്നു. തന്റെ ജീവിതാനുഭവങ്ങൾ പാഠമാക്കി ഒരുപറ്റം വീട്ടമ്മമാരെയാണ് സുലു കുഞ്ഞുമോൻ കാൽപന്തിന്റെ ലോകത്തേക്ക് എത്തിക്കുന്നത്. ആലപ്പുഴ ടൗൺ ഫുട്ബോൾ ക്ലബ് എന്ന പേരിൽ തൃശൂരിൽ നടന്ന പ്രാദേശിക ഫുട്ബോൾ മത്സരത്തിൽ വിജയം നേടിയതോടെ സുലുവിന്റെ പെൺപടയുടെ പെരുമ നാടറിയുകയായിരുന്നു. 40-നും 50-നും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാരാണ് ടീമിലെ കളിക്കാർ. യൗവനത്തിൽ തങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ സുലുവിനെ ലോകം അറിയണമെന്നതാണ് ഫുട്ബോളിന്റെ ലോകത്തെ വീട്ടമ്മമാരുടെ ആഗ്രഹം. കാൽപന്ത് ലോകത്തേക്ക് സ്ത്രീകൾ കടന്നു വരണമെന്നും വരുന്നവരെ പരിശീലിപ്പിക്കാൻ തയ്യാറാണെന്നും സുലു കുഞ്ഞുമോൻ പറയുന്നു.